ഹലോ ആൻഡ് വെൽക്കം ടു CSOL എഡ്യൂക്കേറ്റേഴ്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് NCERT പുസ്തകത്തിലെ അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലെ NCERT ബുക്കായിട്ടുള്ള അവർ പാസ്റ്റ് 1-ലെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഫ്രം ഗ്യാതറിംഗ് ടു ഗ്രോവിംഗ് ഫുഡ് എന്നറിയപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ചാപ്റ്റർ 3ൽ ചില പുസ്തകങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ 2-3 കൂടെ ചേർത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന 2-3 കൂടെ ചേർത്ത് 2ാമത്തെ യൂണിറ്റ് ആയിട്ട് നമുക്ക് വരാറുള്ള ചില പുസ്തകങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ 2-3 ഒരുമിച്ചുള്ള പുസ്തകമാണെങ്കിൽ പോലും പഴയ പുസ്തകത്തിലാണെങ്കിൽ 18ാമത്തെ പേജ് മുതലാണ് ഈ ചാപ്റ്റർ തുടങ്ങുക എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സെറ്റിൽഡ് ലൈഫിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതാണ്ട് 20 ലക്ഷം വർഷങ്ങൾക്കും 12,000 വർഷങ്ങൾക്കും ഇടയിലുള്ള ഒരു ചരിത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 12,000 മുതൽ 10,000 വർഷം വരെയുള്ള മുൻപ് വരെയുള്ള ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 10,000 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ചരിത്രവും നമുക്ക് പറയാനുണ്ട്. എന്നാൽ ഈ 12,000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ചെറിയ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതുപോലെ ചില കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് പലപ്പോഴും ജനങ്ങളെ എന്ത് ചെയ്യുക കൃഷി ചെയ്യാനും അതുവഴി ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക് വരാനുള്ള ഒരു കാര്യത്തിലേക്ക് വന്നു. അപ്പം അത്തരത്തിൽ സെറ്റിൽഡ് ലൈഫിനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുക. അപ്പൊ സെറ്റിൽഡ് ലൈഫ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ജസ്റ്റ് എന്താണ് സെറ്റിൽഡ് ലൈഫ് എന്ന് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മുടെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭക്ഷണത്തിന് പിന്നാലെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ നൊമാഡിക് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് നമുക്കറിയാം. അതായത് ഭക്ഷണം തേടിയുള്ള യാത്രകൾ, മൃഗങ്ങളുടെ പിന്നാലെയുള്ള വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള യാത്രകൾ, എഡിബിൾ ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ് തേടിയുള്ള യാത്രകൾ തുടങ്ങിയിട്ടുള്ള യാത്രകളെ നമുക്ക് വേണമെങ്കിൽ നൊമാഡിക് ലൈഫ് എന്ന് പറയാം. പിന്നീടാണ് നമുക്ക് ഒരു സെറ്റിൽഡ് ലൈഫ് എന്ന് പറയാം. സെറ്റിൽഡ് ലൈഫിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹൗസിങ്ങിന് ഒരു വലിയൊരു പ്രാധാന്യമുണ്ട്. അതായത് ഒരു കൃത്യമായ സ്ഥലത്ത് ഒരു വീട് കെട്ടി താമസിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും. പിന്നെയുള്ള നമുക്ക് പറയുകയാണെങ്കിൽ ഈ ജീവജാലങ്ങളെ ഡൊമസ്റ്റിക്കേഷൻ, അതായത് ആ ജീവജാലങ്ങളെ നമ്മൾ ഇണക്കി വളർത്തുന്ന ഒരു സാധ്യതകൾ കാണാറുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ പലതരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും മീനും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്ത് വേണമെങ്കിൽ പറയാം, ഫാമിംഗ്, കൃഷിക്ക് വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു ഇതായിരിക്കും സെറ്റിൽഡ് ലൈഫ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇതിനപ്പുറത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ കുക്കിംഗ്, ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, ചില രീതികളിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഹൗസിംഗ് ഉണ്ട്, ഡൊമസ്റ്റിക്കേഷൻ ഉണ്ട്, പിന്നെ വന്നിട്ടുണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ തമ്മിലുള്ള സഹകരണങ്ങളുണ്ട്, അല്ലെങ്കിൽ സെറ്റിൽഡ് ലൈഫിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതിനുശേഷം ബറിയലും ഒരു വലിയൊരു ഘടകം തന്നെയാണ്. അതായത് മരണശേഷം ആളുകളെ മറവ് ചെയ്യുന്നതും സെറ്റിൽഡ് ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ പറയാം. അതായത് ഒരു പ്രധാനമായിട്ടും ഒരു കൂട്ടം ആളുകൾ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ജീവിച്ചു വരികയും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യാത്രകൾ ചെയ്യുകയും തിരികെ അവിടേക്ക് തന്നെ വരികയും ചെയ്യുന്ന ഒരു സംവിധാനം. അപ്പൊ അതിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു വീടുണ്ടാവുക എന്നുള്ളതാണ്. ഈ ഇത്തരത്തിലൊരു വീട് ഉള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഹൗസിംഗ് മുതൽ ബറിയൽ വരെയുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഈ ചാപ്റ്റർ വായിച്ചു നോക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ വീടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ നായുടെ ഒരു മുൻഗാമിയെ നമ്മൾ ഇണക്കി വളർത്തിയിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പോലെ തന്നെ നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു സുലൈമാൻ കിർത്താർ ഹിൽസിന്റെയൊക്കെ തീരദേശ അല്ലെങ്കിൽ അടുത്ത ആ ഭാഗങ്ങളിൽ വീറ്റും ബാർലിയും ഒക്കെ 8,000 വർഷങ്ങൾക്ക് മുൻപ് കൃഷി ചെയ്തു എന്നൊക്കെ നമ്മൾ കണ്ടു. അത്തരത്തിലുള്ള ഒരു സെറ്റിൽഡ് ലൈഫ്, അതായത് 10,000 വർഷങ്ങൾക്ക് ശേഷമുള്ള 10,000 വർഷങ്ങൾക്ക് മുൻപ് തൊട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. എന്താണ് ഈ ചാപ്റ്റർ 3 എന്ന് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സെറ്റിൽഡ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ സെറ്റിൽഡ് ലൈഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. Today, most of our food, such as fruit, vegetables, grain, milk, and meat, comes from plants that are grown and animals that are reared. Different plants grow in different conditions. Rice, for example, requires more water than wheat and barley. This explains why farmers grow some crops in some areas, not in other areas. Different animals too prefer different environment. For instance, sheep and goats can survive more easily than cattle in dry, hilly environments.
But as you saw in chapter 2, women and men did not always produce their own food. ഇവിടെ നമുക്കറിയാം പല കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ജീവിത രീതികൾ തന്നെയാണ് ഒരു സെറ്റിൽഡ് ലൈഫിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ബുർസഹോം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ കുറിച്ച് നമ്മൾ എടുക്കുകയാണ്. ബുർസഹോം ഇൻ ദ സെൻസ് നമ്മുടെ നോർത്തേൺ പോയിന്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഇന്നത്തെ പ്രസന്റ് ഡേ കശ്മീരിലാണ് ബുർസഹോം നമുക്ക് കാണാൻ സാധിക്കും. ബുർസഹോമിൽ നമുക്ക് പല ആളുകളും പിറ്റ് ഹൗസുകൾ അല്ലെങ്കിൽ ചെറിയ ഹട്ടുകൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള അതേ ഒരു സാധ്യത മറ്റിടത്ത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പം ഈ ഹട്ട് അല്ലെങ്കിൽ പിറ്റ് ഹൗസ് അല്ലെങ്കിൽ കുഴി വീടുകൾക്കകത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ട്. അതേസമയം അതേപോലെ തന്നെ ഡ്രൈ ലാൻഡിൽ അല്ലെങ്കിൽ ഡ്രൈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സമ്മർ സീസണിൽ ദേ കുക്ക്ഡ് ഔട്ട്സൈഡ്. ഇതിന്റെ എവിഡൻസസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി ജീവജാലങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യർ അഡാപ്റ്റബിൾ ആയി എന്നതിന്റെ ഒരു തെളിവാണ് ഇതൊക്കെ നമുക്ക് പറയുന്നത്. അപ്പം സെറ്റിൽഡ് ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി ഒരു വീടുണ്ടാവും, വളർത്തു മൃഗങ്ങളായ പെറ്റുകൾ ഉണ്ടാവും, കൃഷി ഉണ്ടാവും, ഭക്ഷണം പാചകം ചെയ്തിട്ടുണ്ടാവും, മരിച്ച ആളുകളെ അടക്കിയിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. The beginnings of farming and herding. We have seen in chapter 2 that the climate of world was changing, and so were plants and animals that people are used as food. Men, women, and children probably observed several things. The places where edible plants were found, how seeds broke off stalks, fell on the grounds, and new plants sprouted from them. Perhaps they began looking after plants, protecting them from birds and animals, so that they could grow and the seeds could ripen. In this way, people became farmers. ഒരു പക്ഷേ നമുക്കറിയാം ഏകദേശം 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് 20 ലക്ഷം വർഷങ്ങൾക്കും 12,000 വർഷങ്ങൾക്കും ഇടയിലാണ് മനുഷ്യന്റെ 99% ചരിത്രവും കിടക്കുന്നത് നമുക്കറിയാം. ഈ 12,000 മുതൽ 10,000 വർഷം വരെയുള്ള കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ ഒരു കാലാവസ്ഥ വ്യതിയാനങ്ങൾ തന്നെ എന്താണ് നമ്മുടെ ഒരു എൻവയോൺമെന്റൽ ചേഞ്ചസ് വളരെ റാപ്പിഡ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പല ആളുകൾക്കും പല കൃഷി രീതികളോ അല്ലെങ്കിൽ ഫാം ലാൻഡുകൾ ഉണ്ടാവും, ഗ്രാസ് ലാൻഡുകൾ ഉയർന്നു വന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഗ്രാസ് ലാൻഡുകൾ ഉയർന്നു വരികയും അവിടെ കൂടുതലായിട്ട് ആൻഡ്ലോപ്സുകൾ വളരുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് മനുഷ്യന്റെ ഒരു അടിസ്ഥാനപരമായ ചേതനയുടെ ഒരു റിസൾട്ടായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ മാറ്റങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത്തരത്തിൽ മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന്റെ റിസൾട്ട് ആയിട്ടാണ് മനുഷ്യർ അക്കാലത്തിൽ കൃഷി എന്ന ഒരു സാധ്യതയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. Women, men and children could also attract and then tame animals by leaving food for them near their shelters. The first animals to be tamed was the wild ancestor of the dog. Later, people encouraged animals that were relatively gentle to come near the camps where they lived. These animals such as sheep, goat, cattle, and also pig lived in herds, and most of them ate grass. Often people protected these animals from attack by other wild animals. This is how they become herders. നമ്മൾ കൃഷിയിലേക്ക് വന്നതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാനപരമായി നമ്മൾ മനുഷ്യരെ കുറിച്ച് ഉള്ള മനുഷ്യരുടെ ചിന്തകളിലും ഓർമ്മകളിലും ഒക്കെ എന്തുണ്ട്, ഒരു പ്രാകൃത മനുഷ്യന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ചില കുട്ടികൾ എന്ത് ചെയ്യും, ഭിത്തിയിലൊക്കെ വരയ്ക്കാറുണ്ട്. ആ വരയ്ക്കുന്നത് എന്താണ്, അയാൾ ഇന്റൻഷനലി ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മളുടെയൊക്കെ മുൻഗാമികളായിട്ടുള്ള ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആളുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്ന റിസോഴ്സസ് വെച്ച് അവരെന്ത് ചെയ്തിട്ടുണ്ട്, വാൾ പെയിന്റിങ്ങുകൾ അല്ലെങ്കിൽ ഗുഹാചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ കാക്കയ്ക്ക് ആഹാരം ഇട്ട് കൊടുക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇത്തരത്തിൽ ആഹാരം ഇട്ട് കൊടുക്കുകയും അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ജീവജാലങ്ങളെ മനുഷ്യർ സംരക്ഷിച്ചു പിടിക്കുവാനും തുടങ്ങി. അങ്ങനെ ആവാം ഒരു പക്ഷേ മനുഷ്യൻ എന്തായത് ഇത്തരത്തിലുള്ള മൃഗങ്ങളെ വളർത്താൻ തുടങ്ങിയത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതാണ് ഡൊമസ്റ്റിക്കേഷൻ എന്നാണ് നമുക്ക് അതിന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് ദ നെയിം ഗിവൺ to the process in which people grew plants and look after animals. Very often, plants and animals that are tended by the people become very different and wild plants and animals. This is because people select plants and animals for domestication. അതായത് ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത് ഇണക്കി വളർത്തുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ എന്താണ് ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന
അല്ലെങ്കിൽ വളർത്താൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവജാലങ്ങളെ മാത്രം തെരഞ്ഞു പിടിക്കുന്ന ഒരു സാധ്യത നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക്കേഷൻ എന്ന് വിളിക്കും. അതായത് വളർത്തിയാൽ വിഷരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവന് അപകടമുണ്ടാക്കാത്ത തരത്തിലുള്ള സസ്യങ്ങളും മനുഷ്യജീവന് അപകടമുണ്ടാക്കാത്ത മൃഗങ്ങളെയുമാണ് തെരഞ്ഞു വളർത്തിയത്. പിന്നെയാണ് നമ്മൾ ഡൊമസ്റ്റിക്കേഷൻ എന്ന കോൺസെപ്റ്റിലേക്ക് നമുക്ക് കണക്കാക്കാൻ സാധിക്കുക. അപ്പൊ നമുക്കിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പേജ് നമ്പർ 25 ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കാണാറുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ കൃഷികൾ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ ഒരു പ്രോസസ്സിനപ്പുറത്തേക്ക് എവിടെയാണ് കൃഷികൾ നടന്നിട്ടുള്ളത് എന്നൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആരൊക്കെയാണ്, അല്ലെങ്കിൽ അന്ന് ഈ ഒരു ചോദ്യത്തിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ടേബിളിനകത്ത് 3 തരത്തിലുള്ള ചോദ്യങ്ങൾ കിടപ്പുണ്ട്. ഒന്ന്, ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈറ്റുകളും ഇതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവയെ നോർത്ത് ടു സൗത്തും സൗത്ത് ടു നോർത്തും ഈസ്റ്റ് ടു വെസ്റ്റും വെസ്റ്റ് ടു ഈസ്റ്റും ഓറിയന്റേഷൻ ചെയ്യാനുള്ള ഒരു ചോദ്യവും ഇതിനകത്ത് വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണം മെഹർഗർ, ഇത് പ്രസന്റ് ഡേ പാകിസ്ഥാനാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാം. കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട് ഈ മെഹർഗറിനെ പറ്റിയിട്ട്. വീറ്റ്, ബാർലി, ഷീപ്പ്, ഗോഡ്, കാറ്റൽ, ഇവയെക്കുറിച്ച് നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സുലൈമാൻ കിർത്താർ ഹിൽ റേഞ്ചസിന്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, 8000 വർഷങ്ങൾക്ക് മുൻപ് ആളുകൾ കൃഷി ചെയ്തിരുന്നു, വീറ്റും ബാർലിയും കൃഷി ചെയ്തിരുന്നു എന്ന് നമ്മൾ ചാപ്റ്റർ 1ൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആടിനെയും ചെമ്മരിയാടിനെയും കാറ്റിലിനെയും ഇണക്കി വളർത്തി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മാപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് മെഹർഗർ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെയാണ് നമുക്ക് സുലൈമാനും അല്ലെങ്കിൽ കിർത്താർ ഹിൽസും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ അതിന്റെ കിഴക്ക് വശത്തായിട്ട് മെഹർഗറിലാണ് നമുക്ക് എന്ത് കാണുന്നത്, ഇത്തരത്തിലുള്ള ജീവജാലങ്ങളെ ഇണക്കി വളർത്തുകയും കൃഷി ചെയ്യുകയും ചെയ്തു. അത് ഇന്നത്തെ പാകിസ്ഥാനിലാണ് നമുക്ക് ആ സൈറ്റ് നമുക്കുള്ളത്. 2, റൈസ് ഫ്രാഗ്മെന്ററി ആനിമൽ ബോൺ, കൊൽദീവ, പ്രസന്റ് ഉത്തർപ്രദേശ്. ഈ ഒരു സ്പേസ് വേണമെങ്കിൽ ചോദിക്കാം. കൊൽദീവ ഏത് സ്റ്റേറ്റിലാണ്? ഉത്തർപ്രദേശിലാണ്. മഹാഗര ഇപ്പോഴത്തെ ഉത്തർപ്രദേശാണ്. ഗഫ്ക്രാൽ കാശ്മീരാണ്. ബുർസഹോം കാശ്മീരാണ്. ചിരന്ത് ബീഹാറാണ്. ഹലൂർ ആന്ധ്രാപ്രദേശ്. പയ്യമ്പള്ളി ആന്ധ്രാപ്രദേശ്. പയ്യമ്പള്ളിയെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പഠിച്ചിട്ടുണ്ട്. ഒന്ന് പുറകിലോട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കാൻ ശ്രമിക്കാം. ഇവിടെ റൈസ് ഫ്രാഗ്മെന്ററി ആനിമൽ ബോൺസ്, റൈസ് കാറ്റിൽ മഹാഗര, വീറ്റ് ആൻഡ് ലെന്റിൽ ഗഫ്ക്രാൽ, വീറ്റ് ആൻഡ് ലെന്റിൽ ഡോഗ് ബുർസഹോം, വീറ്റ് ഗ്രീൻ ഗ്രാം ബാർലി ബഫലോ ഓക്സ് ചിരന്ത്, മില്ലറ്റ് കാറ്റിൽ ഷീപ്പ് ഹലൂർ, ബ്ലാക്ക് ഗ്രാം മില്ലറ്റ് കാറ്റിൽ ഷീപ്പ് പയ്യമ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, ഇവിടുന്ന് മൃഗങ്ങളെയും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊന്ന് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. മാച്ച് ദി ഫോളോവിംഗ് വേർ ദി എവിഡൻസ് ഓഫ് ഗ്രെയിൻ ആൻഡ് ബോൺസ് ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ഹാവ് ബീൻ ഫൗണ്ട്. ഇവിടെ ഈ ഒരു ചോദ്യത്തിനകത്ത് വീറ്റ് ഉണ്ട്, മില്ലറ്റ്സ്, ലെന്റിൽ, ബ്ലാക്ക് ഗ്രാം. ഇത് നമുക്കൊരു എന്താ പറയാ, വീറ്റ് നമുക്ക് എവിടെ കണ്ടിട്ടുണ്ട്, തന്നിരിക്കുന്നത് മെഹർഗർ തന്നിട്ടുണ്ട്. മില്ലറ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഹലൂര് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ലെന്റിൽ ഗഫ്ക്രാൽ, ബ്ലാക്ക് ഗ്രാം, പയ്യമ്പള്ളി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ ബിയിലാണ് നമുക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ തരത്തിലുള്ള ഈ മാപ്പ് സ്റ്റഡി ആയിട്ടും ഇത് ചോദിക്കാം, അല്ലെങ്കിൽ മാച്ച് ദി ഫോളോവിങ് ചോദിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇനിയിപ്പോ നിങ്ങൾ മെയിൻസിലേക്കൊക്കെ വരുവാണെങ്കിൽ ഈ മഹാനഗര ഒരു പോയിന്റിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുക. ഇതാണ് ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ലാൻഡിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാപ്റ്റർ 3. ഇനി നമുക്ക് സെറ്റിൽഡ് ലൈഫിലേക്ക് വരാം. സെറ്റിൽഡ് ലൈഫിലേക്ക് നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ ഡൊമസ്റ്റിക്കേഷനെ കുറിച്ച് പറഞ്ഞു, കൃഷിയെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഹൗസിങ്ങിനെ പറ്റിയിട്ടാണ് പറയേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കണ്ടിട്ടുണ്ടാവും, ബുർസഹോം പിറ്റ് ഹൗസ്. ബുർസഹോമിലാണ് ഇത് പിറ്റ് ഹൗസ്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് നോക്കുവാണെങ്കിൽ ഹട്ടുകൾ, ചെറിയ കുടിലുകളും അല്ലെങ്കിൽ പിറ്റ് ഹൗസുകളും കാണാൻ സാധിക്കാം. പിറ്റ് ഹൗസുകൾ ഈ പടം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താണ്, ഒരു കുഴി കുഴിച്ചിട്ട് അതിനകത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാരാണ്. ഇവിടെയും ഇവര് എന്ത് ചെയ്യാറുണ്ട്, ഭക്ഷണം പാചകം ചെയ്യാറുണ്ട്, പുറത്തും പാചകം ചെയ്യാറുണ്ട്. അപ്പൊ എന്നാൽ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും, വൈഡ് ഓപ്പൺ അല്ല. ഇങ്ങനെ എന്താണ്, ഈ ഒരു കൺസീൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇറങ്ങാനുള്ള ഒരു ഗ്ലാഡർ വെക്കാനുള്ള ഒരു സ്പേസ് മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതും അകത്തുനിന്ന് അടയ്ക്കാവുന്ന തരത്തിലാണ് ഇതും ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ്, മഞ്ഞുകാലത്ത് എന്ത് ചെയ്യും, ഇവർ അകത്ത് കുക്ക് ചെയ്യുകയും അല്ലാത്ത സമയത്ത് പുറത്ത് കുക്ക് ചെയ്യുകയും ചെയ്യുന്നതിന്റെ എവിഡൻസ് നമുക്ക് പലയിടത്തും കിട്ടിയിട്ടുണ്ട്. പ്രധാനമായിട്ടും റിയലി
ഇതാണ് പിറ്റ് ഹൗസിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. Archaeologists have found traces of huts and houses at some sites. For example, Bursahom. People built pit houses which were dug into ground with steps leading to them. These may have provided shelter in cold weather. Archaeologists have also found cooking hearth both inside and outside the huts, which suggests that depending on the weather, people could cook food either indoor or outdoor. ഇത്തരത്തിൽ ബുർസഹോമിൽ നിന്നൊരു എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ഈ അകത്തും കുക്ക് ചെയ്യാറുണ്ട്, പുറത്തും കുക്ക്. അപ്പൊ ഇവര് പ്രധാനമായിട്ടും എന്താണ് ബുർസഹോമിലുള്ള ഈ ഒരു കാലഘട്ടത്തിലുള്ള ആളുകൾ കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ് ഉപയോഗിച്ചിരുന്ന ആൾക്കാരാണ് എന്ന് പറയാൻ പറ്റും. കുറച്ചും കൂടെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെയും എന്താണ്, ഇവരും സ്റ്റോൺ ടൂളുകൾ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വളരെ ഇച്ചിലൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എന്താണ് വളരെ കൊത്തി ചെത്തി മിനുക്കി എടുത്തിരിക്കുന്ന കൂർത്ത അഗ്രമുള്ള കല്ലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവരും പലിയോലിത്തിക് ടൂൾസിന് അപ്പുറത്തേക്ക് ഇതൊരു പുതിയ നിയോലിത്തിക് സൈറ്റുകളിലേക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ആധുനിക ശിലായുഗത്തിലേക്ക് വരാം. പക്ഷെ എന്നാൽ പോലും പാലിയോലിത്തിക് ടൂളുകൾ അന്നും പിൽക്കാലത്തും പ്രചാരത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയായിരുന്നു മനസ്സിലാക്കേണ്ടത്. ഈ ചോദ്യത്തിലേക്ക് വരാം. കൺസിഡർ ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ദി ട്രേസസ് ഓഫ് ഹട്ട്സ് ഓർ ഹൗസസ് അറ്റ് സം സൈറ്റ്സ്. Bursahom people built huts and pit house. They practice cooking both inside and outside the huts. ഇതിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെന്ത് ചെയ്തിട്ട് പിറ്റ് ഹൗസ് നിർമ്മിച്ചിട്ടുണ്ട്, ശരിയാണ്. 2 കുക്കിംഗ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, എവിടെ അകത്തും പുറത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ശരി? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചോദ്യത്തിന്റെ ഏറ്റവും മർമ്മമായിട്ടുള്ള ഭാഗം ഇതാണ്. Which among the above statements are correct എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യമായതുകൊണ്ടും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തിരഞ്ഞെടുക്കാനുണ്ടായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മെഹ്റഗറിനെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററുകളിലെ മാപ്പുകൾ നോക്കണം. ഇവിടെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? കൃത്താർ ഹിൽസ്, സുലൈമാൻ ഹിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ പ്രസന്റ് ഡേ പാകിസ്ഥാനിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മെഹ്റഗർ നമുക്ക് കാണുന്നത്. This site is located in a fertile plain near the Bolan Pass. ഈ ബോലൻ പാസ് ആണ് പലപ്പോഴും ഇറാൻ പോലുള്ള സ്ഥലങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ ഇന്ത്യയെയും മറ്റ് രാജ്യങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പാസ് ആണ് ബോലൻ പാസ് എന്ന് പറയുന്നത്, which is one of the most important routes to Iran. It was probably one of the places where women and men learned to grow barley and wheat and rear sheep and goats for the first time in this area. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 8000 വർഷങ്ങൾക്ക് മുൻപ് ഏറ്റവും ആദ്യമായിട്ട് കൃഷി ചെയ്തിരുന്ന റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു മെഹ്റഗറിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു. Archaeologists who excavated the site found evidences of many kinds of animal bones from earliest level. These include bones of wild animals such as deer and pig. In later level, they found more bones of sheep and goat, and in still later level, cattle bone are most common, suggesting that it was an animal that was generally kept by people. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ പല കാലഘട്ടങ്ങളായിട്ട് നോക്കുവാണെങ്കിൽ പല ജീവജാലങ്ങളുടെ ആട്, ഡിയർ, പിഗ്, അതുപോലെ തന്നെ പന്നി, ഷീപ്പ് തുടങ്ങിയിട്ടുള്ള കാറ്റിൽസ് തുടങ്ങിയിട്ടുള്ള ജീവജാലങ്ങളുടെ ബോൺസ് എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഒരു മെഹ്റഗറിന് അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഹാരപ്പ മൊഹൻജദാരോയുടെ ഒരു പ്രിഡിസസർ ആയിട്ട് വേണമെങ്കിൽ, മുൻഗാമിയായിട്ട് വേണമെങ്കിൽ മെഹ്റഗറിലെ പീപ്പിളിനെ നമുക്ക് എടുക്കാവുന്നതുമാണ്. Other finds at Mehrgarh include remains of square and rectangular house. ഇവർ ഇത്തരത്തിലുള്ള സമചതുര ഷേപ്പിലുള്ള വീടുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിരുന്നു. അവർക്ക് എന്താ നാലിലധികമുള്ള കമ്പാർട്ട്മെന്റുകളുള്ള റൂമുകളുള്ള മുറികളുള്ള വീടുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം അതിനൊപ്പം തന്നെ എന്താണ്, ആൾക്കാർ മരിക്കുന്ന സമയത്ത് അവരുമായിട്ട് കൂടുതൽ സപ്പോർട്ട് നിൽക്കുകയും അവരുടെ മരണത്തിന് ശേഷം ജീവിക്കാൻ വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടിയിട്ട് ആടിനെയും മറ്റ് ജീവജാലങ്ങളെയും ഇവർ ഇതിനോടൊപ്പം അടക്കം ചെയ്യുകയും ചെയ്യുമായിരുന്നു. അത്തരത്തിലുള്ള ബറിയൽ സൈറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആളുകൾ എന്തായിരുന്നു, വളരെ ഇത്രയും കൂടെ അഡ്വാൻസ്ഡ് ആയിരുന്നു. അവര് എന്ത് ചെയ്യുമായിരുന്നു? കൃഷി ചെയ്യുമായിരുന്നു, ജീവജാലങ്ങളെ ഇണക്കി വളർത്തുമായിരുന്നു, വീടുകൾ പണിയുമായിരുന്നു. എന്നാൽ ബുർസഹോമിലായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പിറ്റ് ഹൗസോ അല്ലെങ്കിൽ ഹട്ടുകളോ അല്ല, മൾട്ടി കമ്പാർട്ട്മെന്റ് ഉള്ള ഒരു വീടുകൾ തന്നെയായിരുന്നു അവർ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അതിൽ വേണമെങ്കിൽ ചിലത് എന്താണ്, ഇത്തരത്തിൽ ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്നതിനും അല്ലെങ്കിൽ കുക്കിങ്ങിന് വേണ്ടിയിട്ടുമൊക്കെയുള്ള മുറികൾ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനമായിരിക്കണം ഒരു പക്ഷേ ഈ മെഹ്റഗറിൽ കണ്ടിരിക്കുന്ന വീടുകളുടെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ മനസ്സിലാക്കുക. Consider the following statements on the people of Mehrgarh.
People of Mehrgarh followed much structured life by practicing agriculture, taming of animals with construction of multi-roomed houses. ഒന്ന്, അവരെന്ത് ചെയ്തിട്ടുണ്ട്? കൃഷി ചെയ്തിട്ടുണ്ട്, അവര് അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മൃഗങ്ങളെ ഇണക്കി വളർത്തിയിട്ടുണ്ട്, വീടുകൾ പണിതിട്ടുണ്ട്. They believed in the life after death. അതെങ്ങനെ മനസ്സിലാക്കുന്നത്? ഇവിടെ എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാറുണ്ട്? The dead person was buried with goats which were probably meant to serve as food in the next world. മറ്റൊരു ലോകത്തിൽ അവരുടെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ആടുകളെ അടക്കം ചെയ്തത് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ വികസനം പ്രാപിച്ചത് ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതും ശരിയാണ്. ഇവര് വീടുകൾ പണിതിട്ടുണ്ട്, ശരിയാണ്, കൃഷി ചെയ്തിട്ടുണ്ട്, ശരിയാണ്. കാരണം ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് മെഹ്റഗറിൽ 8000 വർഷങ്ങൾക്ക് മുമ്പ് വീറ്റ്, ബാർലി ഒക്കെ ആദ്യമായിട്ട് കൃഷി ചെയ്തത് ഈ നാട്ടുകാരാണ്. ഗുസ്തഫാവിനെ അപേക്ഷിച്ച് ഒരു നല്ല വീടുകൾ ആര് കെട്ടിയിട്ടുണ്ട്? ഈ മെഹ്റഗറിലെ ആളുകൾ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ മൃഗങ്ങളെ വളർത്തിയിട്ടുണ്ട്. പല കാലഘട്ടങ്ങളിലായിട്ട് പല തരത്തിലുള്ള ജീവിച്ച ഈവൻ വൈൽഡ് ആനിമൽസിനെ വരെ അവരവിടെ ഇണക്കി വളർത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ദേ ബിലീവ്ഡ് ഇൻ ദ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. കാരണം എന്താണ്? അവർ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? അവരുടെ മരിച്ചതിന്റെ കൂട്ടത്തിൽ ഈ ആടുകളെ കൂടി മറ്റൊരു ലോകത്തിലെ ആദ്യത്തെ ഭക്ഷണമായിട്ട് അടക്കം ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം എന്താണെന്ന് വെച്ചാൽ വിച്ച് അമംഗ് ദി എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ് എന്നുള്ള ചോദ്യമാണുള്ളത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇത് 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ തെറ്റായിട്ടുള്ള ഒറ്റ സ്റ്റേറ്റ്മെന്റ് പോലും അതില്ല. അപ്പൊ ഓപ്ഷൻ ഡി neither 1 nor 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു പ്രധാനമായ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെറ്റിൽഡ് ലൈഫ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്തു നിന്ന് വരാം. സോ ഐ സജസ്റ്റ് യു ടു റീഡ് ക്ലോസർ ദിസ് ചാപ്റ്റർ again and again. Okay, have a great day.